എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 ജൂൺ മാസം 1-ാം തീയതി, കൊല്ലവർഷം 1201 ആണ്ട്, ഇടവ മാസം 18-ാം തീയതി, തിങ്കളാഴ്ച. ഇന്ന് പുലർച്ചെ, അതായത് സൂര്യോദയത്തോടനുബന്ധിച്ച് ഒന്ന് അഷ്ടമംഗല പ്രശ്നം വെച്ച് നോക്കി. അപ്പോൾ അതിൽ കാണാൻ കഴിഞ്ഞത്, ഇന്ന് മുതൽ ഇതിൽ പറയാൻ പോകുന്ന ഈ 10 നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ അവർക്ക് അരങ്ങേറുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. ആദ്യം നമുക്ക് ആ 10 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം അവരുടെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാം. കാർത്തിക, ഉത്രം, ഉത്രാടം, ഭരണി, പൂരം, പൂരാടം, പുണർദം, വിശാഖം, പൂരൂരുട്ടാതി, രേവതി. ഈ പറഞ്ഞ 10 നക്ഷത്രക്കാർക്ക് ഇന്ന് മുതൽ വരുന്ന 41 ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം തരുന്ന കാര്യങ്ങളാണ്. കാരണം ഇന്ന് ജ്യോതിഷപരമായി വളരെ സവിശേഷവും അനുകൂലവുമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ പറഞ്ഞ ജൂൺ മാസം 1-ാം തീയതി. ഇവയിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ ബുദ്ധിയുടെയും കൊടുക്കൽ വാങ്ങലുകളുടെയും ഗ്രഹമായിട്ടുള്ള ബുധൻ ശുക്രനും ഗുരുവുമായിട്ടൊപ്പം ചേർന്ന് മിഥുനം രാശിയിൽ അതിശക്തനായി നിലകൊള്ളുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ഈ 3 പ്രധാന ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ സുഭമായിട്ടുള്ള സാഹചര്യം കാരണം നിങ്ങളുടെ ചിന്തകളിൽ വലിയ വ്യക്തതയും പുരോഗതിയും ഉറപ്പായിട്ടുമുണ്ടാകും. ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ ബിസിനസ് രംഗങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ ഉറപ്പായിട്ടും നടത്തും. ഇവിടെ ഈ ബിസിനസ് രംഗങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി, വലിയ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ശരി, അതിൽ നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ തന്നെ പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും, ഡിജിറ്റൽ മീഡിയ കലാരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കർമ്മശേഷിയുടെയും ധൈര്യത്തിൻ്റെയും ഗ്രഹമായ ചൊവ്വ ഇന്ന് സ്വന്തം രാശിയായ മേടത്തിൽ അതിശക്തനായി തുടരുകയാണ്. ചൊവ്വയുടെ ഈ സ്വക്ഷേത്ര ഫലം കാരണം ഏതൊരു കാര്യത്തിലും കൃത്യമായ പക്വതയും കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ വിചാരിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള അസാധ്യമായ ആത്മവിശ്വാസവും നിങ്ങൾക്ക് ലഭിക്കും. തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ വേഗത്തിലാക്കാനും ഔദ്യോഗിക ചർച്ചകളിൽ വിജയം നേടാനും ഇതുവഴി നിങ്ങൾക്ക് സാധ്യമാകും. ഇന്ന് രവി ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ, അതായത് സൂര്യൻ ഇടവം രാശിയിൽ നിൽക്കുന്നതിനാൽ ഭരണപരമായ കാര്യങ്ങളിലും പുതിയ വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തിലും വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനിരിക്കുകയാണ്. കൂടാതെ ചന്ദ്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നല്ല മനസമാധാനവും കുടുംബത്തിൽ സന്തോഷവും ഉറപ്പായിട്ട് നിലനിൽക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഗ്രഹങ്ങളുടെ ഈ അനുകൂലമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് വിവേകത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. കാരണം അതിനുള്ളൊരു സുവർണ ദിവസമാണ്, അല്ലെങ്കിൽ ദിവസങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ടാണ് ഇന്ന് ജൂൺ 1-ാം തീയതി മുതൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിൽ ഈ പറഞ്ഞ 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ആകസ്മികമായി വന്നു ചേരുന്നതും അതോടൊപ്പം നിങ്ങളുടെ സൽപ്രവർത്തികളുടെ ഫലമായി നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ആ വളരെ വിശേഷപ്പെട്ട സംഭവ വികാസങ്ങൾ എങ്ങനെയൊക്കെയാണ് സാധ്യമാകുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മെച്ചപ്പെട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയും കർമ്മമേഖലയുമാണ്. അതിനോടൊപ്പം വിവാഹം, ദാമ്പത്യം, ആരോഗ്യം എന്നീ ജീവിത സാഹചര്യങ്ങളിലും ഉറപ്പായിട്ടും പുരോഗതി ദൃശ്യമാകും. സാമ്പത്തിക മേഖല 100% പുരോഗതി പ്രാപിച്ചിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ചിന്തിച്ചിട്ടാണോ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിനൊരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മമേഖല ദീർഘനാളായി തൊഴിലിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഇതിലെ ഈ പറഞ്ഞ 10 നക്ഷത്രക്കാരിൽ ഉൾപ്പെടുന്നവർ ഒരു തരക്കേടില്ലാത്ത ജോലി നിങ്ങൾക്ക്, അതും സ്ഥിരവരുമാനമായിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അവർ പക്ഷേ ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉന്നത ലെവലിലാണ്
നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ ഈ പറഞ്ഞതുപോലുള്ള ഒരു വലിയ ശമ്പളത്തോടു കൂടിയുള്ള പെർമനൻ്റ് ജോലിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതെല്ലാം നിങ്ങളുടെ ക്യാരക്ടർ, ക്വാളിറ്റി അതൊക്കെ എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള കാറ്റഗറിയിൽ ഉറപ്പായിട്ടും കർമ്മമേഖല തെളിഞ്ഞു കിട്ടും, അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഏകദേശം 41 ദിവസങ്ങൾക്കുള്ളിൽ ഇതിൽ പറയാൻ പോകുന്ന 10 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ഇത് പറയാൻ കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യവുമായി കണക്കിലെടുത്തുകൊണ്ട് ഇതൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ, അതായത് ഒരു ഉപമയായിട്ട് പറഞ്ഞാൽ, ഈ മരുഭൂമിയിൽ മഴ പെയ്തതുപോലുള്ള അവസ്ഥയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ രാശിമാറ്റങ്ങളിലൂടെ ആ രാശിമാറ്റം വരുത്തി വയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ കിട്ടണം. അതെന്തുകൊണ്ടെന്നാൽ ഈ നാളുകാർ ഇനി അങ്ങോട്ട് വരുന്ന 41 ദിവസവും സർവ്വവിധ സുഖഭോഗങ്ങളും അനുഭവിച്ചിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്യാരക്ടർ, ക്വാളിറ്റി, ഇടപെടലുകൾ അത് എപ്രകാരമുള്ളതാണ് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ജീവിത സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും പ്രയോജനവും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ ഈ 10 നക്ഷത്രക്കാർക്ക് വേണ്ടി പറയുമ്പോൾ ഈ ജൂൺ മാസം 20-ാം തീയതി മുതൽ മുൻപ് പറഞ്ഞ ഗ്രഹപ്പകർച്ചകൾ മുഖേന നിങ്ങൾക്ക് വൻ നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളൊരു വീട് സ്വന്തമായി മേടിക്കുകയോ അല്ലെങ്കിൽ പുതുതായി നിർമ്മിക്കുകയോ ചെയ്യുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിച്ചേക്കാം, അതായത് അതിനുള്ള സാമ്പത്തിക സ്ഥിതി എൻ്റെ കയ്യിൽ 5 പൈസ പോലും ഇല്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ തീർച്ചയായും ഈ പറഞ്ഞതുപോലുള്ള ആഡംബര ജീവിതം നയിക്കാനുള്ള ചില ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിത്തീരുന്നതാണ്. കാരണം അതിനുള്ള ചില ഹാൻഡിലുകൾ നിങ്ങളുടെ മുൻപിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. ഇത് ഈ പറയുന്ന 41 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വീട് പണി കംപ്ലീറ്റ് തീർന്ന് അതിൽ കയറി താമസം നടത്തും എന്നല്ല ഈ പറഞ്ഞു വരുന്നത്. അത് തുടങ്ങി വയ്ക്കാനോ അല്ലെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ഈ പറഞ്ഞ പോലെയുള്ള ചില ഹാൻഡിലുകൾ നിങ്ങളുടെ മുൻപിലേക്ക് ഉരുത്തിരിഞ്ഞു വരുന്നതോ ആയിരിക്കും. അതിനെ തുടർന്ന് ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷമായിരിക്കും ഈ വീട് പണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. ഇത് ഈ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ വീടാകാം, അല്ലെങ്കിൽ വീടിന് തത്തുല്യമായിട്ടുള്ള വസ്തു വാങ്ങിയിടുന്നതായിരിക്കാം. ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞത് രണ്ടുമല്ല, ആ സ്ഥാനത്ത് വാഹനം മേടിക്കാനായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് യോഗം വന്നു ചേരുന്നത്. അതല്ല, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, അതായത് നിങ്ങളുടെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഈ 10 നക്ഷത്രക്കാരിൽപ്പെട്ടവർക്ക് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പലതവണ ശ്രമിച്ചിട്ടും ഇതിൽ പരാജയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും അവരുടെ വിവാഹം എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി നടന്നു കിട്ടുന്നതാണ്. അതായത് ഈ 41 ദിവസത്തിനുള്ളിൽ വിവാഹം നടക്കും എന്നല്ല ഈ പറയുന്നത്, വിവാഹ ആലോചന ഉറയ്ക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടഭക്ഷണ സമൃദ്ധി നിങ്ങൾക്ക് ഈ വർഷം മുഴുവനും ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ വരുന്ന 41 ദിവസം നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞത് അനുഭവിച്ചറിയും. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ്, അതായത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, പല വിധത്തിലുള്ള വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കാനും അതുവഴി അത്യാധുനിക ഭക്ഷണ വിഭവങ്ങൾ അല്ലെങ്കിൽ ഈ ആഡംബര വസ്തുക്കൾ അത് കൈവശം വന്നു ചേരാനും, ഇപ്പോൾ ഭക്ഷണങ്ങളാണെങ്കിൽ അത് നുകരാനുമുള്ള അവസരങ്ങൾ ലഭ്യമാകും. പക്ഷേ ഇവിടെ ആകെയുള്ളൊരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് കാണുന്നത്, ഈ പറഞ്ഞ പോലെ മിഥുനത്തിൽ നിൽക്കുന്ന ശുക്രൻ രജോ ഗുണത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. എന്നാൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി നിങ്ങൾക്ക് ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗുണമായി മാത്രമേ പരിണമിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ചില വാക്ക് തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രശ്നങ്ങളെല്ലാം, അതായത് ദാമ്പത്യപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുകൂല സ്ഥിതി കാരണം വിദ്യാഭ്യാസ കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലും അധികം ഉയർച്ച ഉണ്ടായിത്തീരുന്നതാണ്. അതുമാത്രവുമല്ല, ഉന്നത പഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകാനും അവിടെ വിദ്യാഭ്യാസത്തോടൊപ്പം ജോലി ചെയ്ത് പണം സമ്പാദിക്കാനും ഈ പറഞ്ഞ 41 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അവസരങ്ങൾ സംജാതമാകും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്, നിങ്ങൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കും എന്ന് തന്നെയാണ് കൃത്യമായി പറയാൻ സാധിക്കുന്നത്.
ഇത് ഗണിതത്തിൽ കാണുന്നത് പ്രകാരം കുറച്ചുകൂടി ക്ലിയറായിട്ട് പറയുകയാണെങ്കിൽ ഈ വരുന്ന ജൂൺ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഈ ജൂലൈ മാസം ആരംഭത്തോടു കൂടി ഇതിന് നിങ്ങൾ തുടക്കമിടുന്നതായിരിക്കും. എന്നാൽ വരുന്ന മിഥുനമാസത്തോടു കൂടി നിങ്ങളുടെ സാമ്പത്തിക രംഗം അത്യുന്നതി പ്രാപിക്കുന്നതുമാണ്. അതുകൊണ്ട് ചിട്ടി, ഷെയർ മാർക്കറ്റ് പോലുള്ള നിക്ഷേപ പദ്ധതികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായത് നോക്കി തീർച്ചയായും നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ അതിൽ പരിപൂർണ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനൊരു പക്ഷേ നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ പോലും അതിന് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഇതിൽ ബുധനും ശുക്രനും വ്യാഴവും ഈ പറഞ്ഞതുപോലെ മിഥുനത്തിൽ നിൽക്കുന്നത് കാരണം നിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണർവുണ്ടായി കിട്ടും. അതുമൂലം നല്ല മനസമാധാനം കൈവരിക്കാനും ഇന്നുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ തെറ്റുകൾ പറ്റിയതിൽ അതിൽ നിന്നുള്ള വീഴ്ചകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ഇനിയുള്ള നിങ്ങളുടെ കാലം എങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് നല്ല ബോധ്യത്തോടു കൂടി നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങൾക്കതിൽ മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. അതോടുകൂടി നിങ്ങളുടെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്നുപെടാനും മതി. മാത്രവുമല്ല, ഇപ്പോൾ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്വദേശം വിട്ട് വിദേശത്ത് പോയി ചുറ്റി സഞ്ചരിക്കാനോ അല്ലെങ്കിൽ പുണ്യ തീർത്ഥയാത്രകൾ നടത്താനോ അവസരങ്ങൾ സംജാതമാകും. ഇത് ഇന്ത്യക്ക് പുറത്താകാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേരളത്തിലാണ് നിൽക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും ആയിക്കൂടുന്നില്ല. അതുപോലെ തന്നെ ഈ ഗൃഹം, വാഹനം, വസ്തു എന്നിവയിൽ മുതൽ മുടക്കാനും നിങ്ങൾക്ക് ഈ കാലയളവിൽ യോഗം കാണുന്നുണ്ട്. നിലവിലുണ്ടായിരുന്ന ജോലി രാജിവെച്ച് കൂടുതൽ ആകർഷകമായിട്ടുള്ള ശമ്പളവും ചുറ്റുപാടും ലഭിക്കുന്ന മറ്റൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് ഈ കാലയളവിൽ മാറാൻ ഇടയാകുന്നതാണ്. ഇത് എന്നു മുതലാണ് ഏറ്റവും കൂടുതൽ സംജാതമായി കിട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം കാണുന്നത് ഈ വരുന്ന ജൂൺ മാസം 28-ാം തീയതിക്ക് ശേഷവും ജൂലൈ മാസം തുടക്കത്തിലുമാണ്. അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഈ പറഞ്ഞത്. അതിനുശേഷം 41 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല സമയമാണ്. അതായത് അത് കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഏകദേശം 60 ദിവസം വരെ ഇതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഓരോരുത്തർക്കും നല്ല സമയം വരുന്നത് ഓരോ നേരത്താണ്. അതുപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്, അതായത് ഈ ചൊവ്വ നിൽക്കുന്ന മേടം രാശിയിൽ നിന്ന് നോക്കുമ്പോൾ ഇടവം, മിഥുനം എന്നത് ശുക്രഗ്രഹത്തിൻ്റെ പരിപൂർണ ആധിപത്യമുള്ള ഭരണകേന്ദ്ര സ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ജൂലൈ മാസം പകുതിയോടുകൂടി ഈ ഏതെങ്കിലുമൊക്കെ ലോട്ടറി, ഓൺലൈൻ വാതുവെപ്പുകൾ തുടങ്ങിയവയിൽ നിന്നും അത്യപൂർവമായിട്ടുള്ള ധനവരവ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അങ്ങനെ ആ ധനവരവ് നിങ്ങളുടെ പക്കലേക്ക് വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ സകല കഷ്ടപ്പാടുകൾക്കും അവസാനം ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങളുടെ ജീവിത രീതിയിൽ നിങ്ങൾ സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് മൂലം ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളെല്ലാം നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നതായിരിക്കും. അതിനൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ പരിപൂർണമായി മാറിപ്പോയില്ലെങ്കിൽ പോലും അതിന് വളരെയധികം ആശ്വാസം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെ പലതരം സ്കില്ലുകൾ നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിൽ പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാം നിങ്ങളുടെ ആ ഒരു സുവർണകാലം നിങ്ങൾ വേണ്ട രീതിയിൽ അനുഭവിച്ചിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഒരു പുതു സംരംഭം തുടങ്ങണമെന്ന ആഗ്രഹമുള്ളവർക്കെല്ലാം, അതായത് ഈ 10 നക്ഷത്രക്കാരിൽ എന്തെങ്കിലും ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന ആഗ്രഹമുള്ളവർക്കെല്ലാം അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് സംജാതമാകുന്നത്. ഇനി അടുത്തൊരു ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ ലാഭസ്ഥാനം ഇടവമാണ്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് സഹായങ്ങളും ബന്ധുജനങ്ങളുടെ സഹായങ്ങളും വളരെയധികം വന്നു കിട്ടുന്നൊരു കാലഘട്ടമാണ് ഈ പറഞ്ഞ ജൂൺ, ജൂലൈ മാസങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെന്നു തൊടുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും നിങ്ങൾ വൻ വിജയം കൈവരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമ്പത്തും സൗഭാഗ്യവും അനുഭവിക്കാൻ യോഗം കൈവരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ ഈ 10 നക്ഷത്രക്കാർക്കും ഈ 2026 ജൂൺ മാസം 1-ാം തീയതിയിലെ ആ ഗ്രഹനിലയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇവിടെ പറയാനുള്ളത്. എല്ലാ ശനിയാഴ്ച തോറും നടത്തുന്ന നവഗ്രഹ പൂജകളിലേക്കും നിത്യപൂജകളിലേക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും ഉൾപ്പെടുത്തേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ അത് എഴുതിയെടുത്ത്
പൂജകൾ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.